അപ്പോൾ ഞാൻ ആലോചിക്കാം എന്തൊരവസ്ഥയാണ് ഇതെന്നുള്ളത്. വലിയ വായനയും അറിവും പുസ്തക വായനയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരം ചരിത്രാവബോധം അല്പമെങ്കിലും അതിൽ തൊട്ട് തീണ്ടണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, എന്തിനാണ് ഈ നുണകളെ ആശ്രയിക്കുന്നത് എന്നുള്ളതും കൂടെ വളരെ കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത്. അതൊക്കെ എന്തിനാണ് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ ഹർഷൻ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു ചോദ്യം? പിണറായി വിജയൻ്റെ ഫോട്ടോ സഹിതമാണ് പോസ്റ്റ് ചെയ്യുന്നത്, വെറുതെ എഴുതിയിടുകയല്ല. 2006 പിന്നെ പറവൂരിലെ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷം RSS നടത്തിയ പരിപാടിയിൽ അദ്ദേഹം വിളക്ക് കൊളുത്തുന്നു. ഇത് എന്ത് ഡീലിൻ്റെ ഭാഗം? അതിന് മറുപടി അദ്ദേഹം ആ സംഭവമോ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി പോസ്റ്റിലില്ല. പിന്നെ എന്തായിരുന്നു 2001, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ RSSൻ്റെ പിന്തുണ VD സതീശൻ തേടി എന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതായിരുന്നു 2 ആരോപണങ്ങൾ. ഇതൊക്കെ ഏത് ഡീലിൻ്റെ ഭാഗം? ഇതാണല്ലോ ചോദ്യം. അത് ഇതിൻ്റെയൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുകമറ അങ്ങ് സൃഷ്ടിക്കുകയാണ്. അല്ലാതെ ഫാക്റ്റായിട്ട് മറ്റ് ആൻസറുകൾ പറയുന്നില്ല. ഇനി പറഞ്ഞ ഫാക്റ്റ് ഏതൊക്കെയാണെന്നറിയോ? 1977 തെരഞ്ഞെടുപ്പിലെ ഇവരുടെ RSSൻ്റെ അടക്കം പിന്തുണ നേടി എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. 2, ശിവദാസ മേനോൻ്റെ പ്രചാരണ പരിപാടിയിൽ LK അദ്വാനി എത്തി പാലക്കാട് എന്നുള്ളതാണ് അതിനുള്ളിലെ വേറൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം 89 ഈ കോൺഗ്രസിൻ്റെ സർക്കാരിനെ അകറ്റി നിർത്തുവാൻ വേണ്ടി ഇവർക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. VP സിംഗിൻ്റെ സർക്കാരിന് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇതൊക്കെയാണ് കോൺഗ്രസ് RSSനോട് ഒരു കാലത്തും സന്ധി ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം വെച്ചിരിക്കുന്ന പോയിന്റുകൾ. പക്ഷേ ഈ പോയിന്റുകൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അടപടലം പൊളിഞ്ഞു പോയില്ലേ? 77 സാഹചര്യം എന്തായിരുന്നു? ഈ പറയുന്ന പോലെ 75 അടിയന്തരാവസ്ഥ വരുന്നു. അതിനുശേഷം 77 ഈ ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. അത് കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാ പാർട്ടികളും അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അങ്ങനെയായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു സ്പെഷ്യൽ സോണാണ് ഈ അടിയന്തരാവസ്ഥ കാലവും അത് കഴിഞ്ഞിട്ടുള്ള സർക്കാർ രൂപീകരണവും തിരഞ്ഞെടുപ്പും ഈ പറയുന്ന പോലെ ജനതാ പാർട്ടിയുടെ രൂപീകരണമൊക്കെ. അപ്പോൾ 77 അന്ന് ഏത് വിധേയനെയും കോൺഗ്രസിനെ അകറ്റി നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ മറ്റു പാർട്ടികളെല്ലാം കൂടെ അവരുടെ ജനസംഘം പിരിച്ചുവിട്ടിട്ട് 77 ജനസംഘം ഇല്ല, അത് പിരിച്ചുവിട്ടിട്ടാണല്ലോ ജനതാ പാർട്ടിയിൽ ഇവർ ചേരുന്നത്.